നമ്മളൊരു ക്യാമറ മേടിക്കാൻ വേണ്ടി പോവാണ്. ഓൺ ദ വേ പിള്ളേരെ സ്കൂളിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ പോയി ക്യാമറ നോക്കാം. ബാക്കി നിങ്ങൾക്ക് ഓൺ ദ വേയിൽ നമുക്ക് സംസാരിക്കാം. പോയാലോ നമുക്ക്? നമ്മളിപ്പോൾ ഹാർവി നോമാൻ എന്ന് പറയുന്ന ഷോപ്പിലെത്തി. നിങ്ങൾക്കറിയാം ഇവിടെയൊക്കെ വീഡിയോ പിടിക്കാനായിട്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമ്മൾ ഇപ്പോൾ പബ്ലിക് പ്ലേസിൽ ഇവിടെ സാധാരണ വീഡിയോ പിടിക്കാൻ പാടില്ല, വേറെ ആൾക്കാരും നമ്മുടെ വീഡിയോയിൽ പെടാൻ പാടില്ല. നമ്മൾ ഇവിടെ വന്നപ്പം ഇവിടുത്തെ സെയിൽസ്മാനോട് ചോദിച്ചു. അപ്പോൾ അയാൾ നമുക്ക് പെർമിഷൻ തന്നു. അയാളെ മാത്രം, വേറെ ആൾക്കാരെ ആരെയും ഇൻക്ലൂഡ് ചെയ്യാതെ നമ്മളോട് വീഡിയോ പിടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ക്വിക്കായിട്ട് നിങ്ങൾക്ക് ഈ ഷോപ്പിനെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്യാമറ കാണാം. ഇതാണ് ഞങ്ങൾ വാങ്ങാൻ പോകുന്ന GoPro. Yeah, exactly right. So that's all good to go. Okay, thank you. See ya. Yeah, absolutely. GoPro 9 മേടിച്ചു. ഇനി ഇത് വീട്ടിൽ ചെന്നിട്ട് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. നമ്മളതിൻ്റെ കൂടെ ഒരു ട്രൈപോഡും മേടിച്ചു. നമുക്ക് SD കാർഡ് മേടിക്കണമായിരുന്നു. നമ്മൾ 128 GB ചോദിച്ചപ്പോൾ ഇവരുടെ അടുത്ത് അതില്ല. നമ്മളിനി വേറെ ഏതെങ്കിലും ഷോപ്പിൽ പോയിട്ട് SD കാർഡ് നോക്കണം. നമ്മൾ നേരത്തെ വന്ന് ഇതിന് കോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വന്നിട്ട് ഭയങ്കര ഡിസ്കഷൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. നമുക്ക് സാധനം കിട്ടി. ടോട്ടൽ $890 നമ്മൾ കൊടുത്തു. പക്ഷെ നമുക്ക് 4 വർഷത്തെ വാറണ്ടി ഉണ്ട്. ഇത് താഴെ വീഴുവോ പൊട്ടുവോ കേടാവോ എന്ത് ചെയ്താലും നമുക്ക് വന്നാൽ പുതിയ പീസ് ഇവർ റീപ്ലേസ് ചെയ്ത് തരും. അപ്പോൾ അതിന് എക്സ്ട്രാ $180 കൂടി കൊടുക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് ഇത്ര എക്സ്പെൻസീവ് ആയത്. ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് അൺബോക്സ് ചെയ്ത് കാണിക്കാം. ഞങ്ങളെ പോയാലോ നമുക്ക് വീട്ടിൽ? GoPro 9 വീട്ടിൽ പോയി അൺബോക്സ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ വേഗം ചെന്നത്. പക്ഷേ എൻ്റെ മോൾക്ക് ഓൺലൈൻ ഡാൻസ് ക്ലാസ് ഉണ്ട്. അപ്പോൾ ആ സമയം ആയതുകൊണ്ട് ഞങ്ങൾക്ക് വീട്ടിൽ വെച്ച് അൺബോക്സ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ ഒരു റിവർ സൈഡ് ഉണ്ട്. അപ്പോൾ അവിടെ ഞാനും ആദ്യം കൂടി ഇങ്ങോട്ട് പോന്നു. ഇവിടെ വെച്ച് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഈ GoPro അൺബോക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഓപ്പൺ ചെയ്ത ബോക്സ് ഇതിൻ്റെ ഉള്ളിലെന്ന് പറയണത് ഒരു ഹാർഡ് കേസാണ്. സാധാരണ GoProക്കൊക്കെ പ്ലാസ്റ്റിക് കേസാണ് ഇവർ വെക്കാറ്. പക്ഷേ ഇപ്രാവശ്യത്തെ GoProയിൽ ഇവരൊരു ഹാർഡ് കവറാണ് വെച്ചേക്കണത്. കാരണം റീസൈക്കിളബിളൊക്കെ ആയിട്ട് വരാണല്ലോ ഓസ്ട്രേലിയയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ പ്ലാസ്റ്റിക് പൊല്യൂഷൻ അങ്ങനത്തെ സാധനങ്ങൾ കാരണം. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് വെച്ചാൽ നമ്മുടെ GoPro ക്യാമറ. പിന്നെ അതിലുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ USB പോർട്ട് ഉണ്ട് GoPro ചാർജ് ചെയ്യുന്നതിൻ്റെ. പിന്നെ ഇതിലുള്ളത് മൗണ്ട് പോലത്തെ സാധനം. അപ്പോൾ നമുക്ക് ഹെൽമെറ്റും കാറിനും ഒക്കെ വെച്ചിട്ട് മൗണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ പീസാണിത്. ഇത് രണ്ടും ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട്
ഇവിടെയുള്ള ഗ്ലൂ പശ പോലെ സാധനമാണ്, അത് വെച്ച് ഒട്ടിച്ച് വെക്കാൻ പറ്റും. പിന്നെ ഒരു സ്ക്രൂ ഉണ്ട് GoPro നമ്മുടെ ട്രൈപോഡിലൊക്കെ ടൈറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിലുള്ള സാധനം എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ GoPro സബ്സ്ക്രൈബ് ടു GoPro എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഇത് നമ്മുടെ GoProന് എന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അഡീഷണൽ ആയിട്ട് നമ്മൾ കാശ് കൊടുക്കുമ്പോൾ നമുക്ക് കുറേ കീ ഫീച്ചറുകൾ കിട്ടും പുതിയത്. പിന്നെ ഇതിൽ ഒരു പ്രൊഡക്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, മാനുവൽ. ഇതിൽ ക്വസ്റ്റ്യനുകളൊക്കെ ആൻസർ ചെയ്യണ പോലെ സാധനങ്ങളും പിന്നെ വേറെ കുറേ ഇൻഫർമേഷനൊക്കെ ഉണ്ട്. പിന്നെ ഇതിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവലാണ്, GoPro എങ്ങനെ സെറ്റപ്പ് ചെയ്യണ്ടേന്നുള്ളത്. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും. ഹെൽമെറ്റിന് ഒട്ടിക്കുന്ന സാധനമുണ്ട്. പിന്നെ ഇവിടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ ക്യാമറ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ക്യാമറകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ. ഇതിലുള്ള പ്ലാസ്റ്റിക് കവറൊക്കെ ഞാൻ ഊരി കളഞ്ഞു. ഇതിപ്പോൾ പ്രൊട്ടക്ഷൻ ആയിട്ടുണ്ടായിരുന്നു കവറുകൾ. പിന്നെ നമുക്ക് ഇനി ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ബാറ്ററി ഇട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതെങ്ങനെ ഓപ്പൺ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഒരു കുഞ്ഞ് സാധനമുണ്ട്, അത് താഴത്തേക്ക് ഞെക്കിയിട്ട് മുകളിലേക്ക് ആക്കാം. അപ്പോൾ ഇത് ഓപ്പൺ ആവും. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇത് ബാറ്ററി ഉണ്ട്. ഈ ബാറ്ററി GoPro 8 to 7 വലുതാണ്. അപ്പോൾ അതിൽ കൂടുതൽ കപ്പാസിറ്റി ഉണ്ട് ബാറ്ററിയുടെ ചാർജ്. പഴയ GoProയുടെ ചാർജിലൊക്കെ ഇതിനെക്കാളും ബാറ്ററിയൊക്കെ ഇതിനെക്കാളും ഇത്തിരി ചെറുതായിരുന്നു. അപ്പോൾ അവർ ഈ ഒരു അഡീഷണൽ കീ ഫീച്ചറും കൂടി എനേബിൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഒരു SD കാർഡ് ഇട്ടിട്ടുണ്ട്, കാരണം നമ്മുടെ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ അതിൽ സ്റ്റോർ ചെയ്തിരിക്കാനായിട്ട്. നമുക്ക് അത് തിരിച്ചിടാം. നമ്മുടെ GoPro അടയ്ക്കാം. ഇനി നമ്മൾ GoPro ഞാൻ എങ്ങനെയാണ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സെറ്റപ്പ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഇനി നമുക്ക് നമ്മുടെ GoPro ഓൺ ചെയ്യാം ബാറ്ററി ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യം മോഡ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ട്. അപ്പോൾ അത് ഞെക്കി പിടിക്കാം. അപ്പോൾ ഇവിടെ ലൈറ്റ് കത്തി സൗണ്ട് വന്നു. ഇനി നിങ്ങൾ ഓൺ ചെയ്യുമ്പോൾ ഇതിൽ സെറ്റപ്പ് ചെയ്യുന്ന ഓപ്ഷൻസ് ഒക്കെ വരും. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. പിന്നെ ഇനി ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് എങ്ങനെ സെറ്റപ്പ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു. അപ്പോൾ നമുക്ക് എൻ്റെ ഐപാഡിൽ ഞാനിപ്പോൾ GoProയുടെ ആപ്പ് ഇത് എവിടെ ഉണ്ട്, ഇത് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. പിന്നെ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തുകൊണ്ട് എനിക്ക് ഓപ്പൺ എന്ന് കാണിക്കണം. നിങ്ങൾക്കാണെങ്കിൽ ഗെറ്റുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യാം. GoPro would like to access your photos. Allow. And then Bluetooth allow ചെയ്യണമെന്ന് പറയുമ്പോൾ ഓക്കെ നിൽക്കാം. പിന്നെ ടേംസ് ഓഫ് യൂസിന് നമ്മൾ അഗ്രി ചെയ്യണം. പിന്നെ സെൻഡ് പേഴ്സണലൈസേഷൻ ഡാറ്റ അഗ്രി, നെവർ മിസ് എ തിങ്, നോട്ടിഫിക്കേഷൻസ്. GoPro would like to send you notifications. ഞാൻ അലോ ചെയ്യാണ്. പിന്നെ ഇവിടെ എന്തൊക്കെയാ പുതിയ ഫീച്ചറുകളുള്ള എന്നൊക്കെ കാണിക്കും. അപ്പം നമുക്ക് നെക്സ്റ്റ് നിൽക്കാം. പിന്നെ ആഡ് എ ക്യാമറ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുമ്പോൾ അത് ഞെക്കാം. സെർച്ചിങ് കാണിക്കും. പിന്നെ വി ഫൗണ്ട് എ GoPro. അപ്പോൾ ഈ GoPro ഫോൺ ഐപാഡ് ഡിറ്റക്ട് ചെയ്തു. കണക്ട് ക്യാമറ. പിന്നെ ബ്ലൂടൂത്ത് പെയറിംഗ് റിക്വസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ പെയർ ചെയ്യാം. ബീപ്പ് ബീപ്പ് സൗണ്ട് വന്നു. അപ്പോൾ കണക്റ്റ് ആയെന്നാണ് അർത്ഥം. നമുക്ക് പേര് GoPro 9 പേരിടാം. ക്യാമറ ഇടാം. നമുക്ക് GoProയിൽ ചാർജ് വളരെ കുറവാണ്, കാരണം നമ്മൾ ചാർജ് ഒട്ടും ചെയ്തിട്ടില്ല. അപ്പോൾ ഓപ്പൺ ചെയ്തല്ലോ. അപ്പോൾ ക്യാമറ അപ്ഡേറ്റ് അവൈലബിൾ. നമുക്ക് പിന്നെ അപ്ഡേറ്റ് ചെയ്യാം. അപ്ഡേറ്റ് ചെയ്യണമെന്ന് കാണിക്കുകയാണെങ്കിൽ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യണമാണ് നല്ലത്. നമുക്കിപ്പോൾ GoProന് ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്തു. നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ നേരെ അപ്ഡേറ്റ് ചെയ്തോ, അല്ലെങ്കിൽ ചാർജിൽ വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ യുവർ ഹീറോ ഇസ് റെഡി, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ GoProന് കണക്ട് ചെയ്യണം, അത്രേ ഉള്ളൂ. ചോദ്യമൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ ടാബ്ലറ്റ്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ഞെക്കാം. പിന്നെ GoProയിൽ കാണിക്കണമെല്ലാം TV-യിൽ ഇതിൽ കാണുന്നതാണ് തോന്നുന്നത്, ഉറപ്പല്ല, നോക്കാം.
എൻ്റെ ഗോപ്രോയിലുള്ളതെല്ലാം ഐപാഡിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇതിൽ ഉള്ള സ്ക്രീനാണ് ഐപാഡിൽ കാണുന്നത്. നമ്മൾ നമ്മുടെ സീനറി എല്ലാം നല്ല വൈഡാണ് ക്യാമറ. അങ്ങനത്തെ കാറുകളൊക്കെ ഉണ്ട്, പാർക്കിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി ഗോപ്രോ ഞങ്ങൾക്ക് ട്രൈപോഡിൽ സെറ്റപ്പ് ചെയ്ത് കാണിക്കാം. നമ്മുടെ ഗോപ്രോയുടെ കവറും തന്നെ കുറച്ച് കീ ഫീച്ചേഴ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഫീച്ചറുകൾ എന്തൊക്കെയാണ് ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ 20 മെഗാ പിക്സൽ ക്യാമറ, പിന്നെ 5K റെസൊല്യൂഷൻ വരെ പോകും. ഗോപ്രോ 87 4K വരെ ഉള്ളൂ. ഇതിന് 5K പോവും, 4K ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വാട്ടർ പ്രൂഫാണ്, 33 ഫീറ്റ് എങ്ങാണ്ടും. പിന്നെ വോയിസ് കൺട്രോൾ എന്ന് പറഞ്ഞൊരു പുതിയ ഓപ്ഷൻ ഉണ്ട്. 8 times സ്ലോ മോ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് സ്ലോ ആവും. പിന്നെ ഡാറ്റ ഓവർലേ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഇൻ്റർനെറ്റ് കണക്ഷൻ്റെ ഓവർലേസ് വരും. പിന്നെ ടൈം റാപ്പ് ഉണ്ട്, ലൈവ് സ്ട്രീമിങ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ യൂട്യൂബ് ചാനൽ ഇങ്ങനെ വീഡിയോ എടുത്ത് യൂട്യൂബിൽ ലൈവ് വീഡിയോ ഇടാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെ സ്നാപ്പ് അങ്ങനത്തെ ആപ്പുകളിലൊക്കെ ട്വിറ്ററിന് അങ്ങനെ സാധനങ്ങളൊക്കെ ലൈവ് എടുക്കും. അതുപോലെ നിങ്ങൾക്കൊരു ലൈവ് സ്ട്രീം ചെയ്യാൻ പറ്റും. പിന്നെ സൂപ്പർ ഫോട്ടോ എന്ന് പറഞ്ഞ സാധനമുണ്ട്. എന്നിട്ടാണ് എനിക്ക് വലിയ ഇതില്ല. പിന്നെ RAW എന്ന് പറഞ്ഞൊരു മോഡും ഉണ്ട്. പിന്നെ വെബ് ക്യാം മോഡ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ സൂം മീറ്റിംഗ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വെബ് ക്യാം പോലെ വെച്ചിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. പിന്നെ ഫ്രണ്ടിലത്തെയും ബാക്കും ടച്ച് സ്ക്രീനാണ്. അതാണ് ഈ GoPro 9ത്തെ കീ ഫീച്ചേഴ്സ്. The GoPro 9 is really cool and the tripod is really useful too. We don't know much about the GoPro 9, so we'll be recording the next few videos with this GoPro, and we'll give some feedback and reviews on how it went. And other than that, please like, share, comment and subscribe, and please press the bell notification so you